welcome back to our YouTube channel, Starry Sisters. Starry Sisters. അപ്പം നമ്മൾ ഇന്ന് ഫാമിലി ആയിട്ട് മൂവി കാണാൻ പോവാം. ഏത് മൂവിയാ? തുടരും. അപ്പോൾ ആദ്യം നമ്മൾ സൺസ്ക്രീം എടുത്തിട്ടുണ്ട്. സൺസ്ക്രീം ആണല്ലോ മുഖ്യം. അപ്പോൾ ഈ വെയിലത്ത് എന്തായാലും സൺസ്ക്രീം ഇല്ലാതെ പിടിച്ചിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ മാക്സിമം നന്നായിട്ട് സൺസ്ക്രീം ഇടുക. അപ്പോൾ നമ്മൾ സൺസ്ക്രീം എല്ലാം ഇങ്ങനെ ഇതുപോലെ ഈ വല്ലി തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചെടുത്ത് ഞാൻ കഴുത്തിലും കൂടെ തേച്ച്. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ മെയിൻ കാര്യമായ ലിപ്സ്റ്റിക് ഇടാം. നമ്മൾ ലിപ് ലൈനർ ഉപയോഗിച്ച് ലിപ്സ് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇങ്ങനെ ലിപ് ലൈനർ വരച്ചാൽ ഏകദേശം നന്നായിട്ടൊരു നല്ല ഷേപ്പും കാര്യമൊക്കെ ലിപ്സ്റ്റിക് ഇടുമ്പോൾ കിട്ടും. അപ്പോൾ ഇതാ ലിപ് ലൈനർ വരച്ച് ഏകദേശം അവസാനിച്ച് ഇനി നമ്മളിവിടെ ലിപ്സ്റ്റിക് ഇടാൻ പോവാം. മെബിലൈൻ ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ലിപ്സ്റ്റിക് ഇതാ ഇതുപോലെ രണ്ടിടത്തും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഒരുങ്ങിയെന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടാതിരുന്ന എന്തോ ഒരുമാതിരിയാണ്. അതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക് ഇടുമ്പോൾ കിട്ടുന്നൊരു ഭംഗി അതൊരു അടിപൊളി തന്നെ. ഒടുക്കത്തെ ചൂടാണ് ഗേസ്, അതുകൊണ്ട് ഫാനിൻ്റെ കാറ്റാണ്. അപ്പോൾ ഇതാണ് ഗേസ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ മുടി അഴിച്ചിടാനാണ് ആദ്യം വിചാരിച്ചത്, പക്ഷെ ചൂട് കാരണം ഇങ്ങനെ കെട്ടി വെക്കേണ്ടി വന്നു. അപ്പോൾ അവൾ ഏകദേശം ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പരിപാടി തുടങ്ങി. ഞാനും സൺസ്ക്രീം അങ്ങോട്ട് എടുത്ത് പിന്നെ അങ്ങോട്ട് വാരി പൊത്തുകയാണ്. ഈ ചൂടത്ത് സൺസ്ക്രീം ഇടാതെ പുറത്തിറങ്ങാനേ പറ്റത്തില്ല. ചൂട് കാരണം ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. മുടിയൊക്കെ ഇങ്ങനെ പറന്ന് ഫ്രണ്ടിലോട്ട് വരികയും സൺസ്ക്രീമിനെ വന്ന് പതിയെ തഴുകുന്നുണ്ടായിരുന്നു. പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും സൺസ്ക്രീം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എപ്പം സൺസ്ക്രീം ഇട്ടാലും നമ്മൾ കഴുത്തിലും കൂടെ കുറച്ചിടാൻ മറക്കേ ചെയ്യരുത്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കഴുത്തിലും കൂടെ നല്ല സൺ ടാൻ അടിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മുഖത്തും കഴുത്തിലും ഒരേപോലെ തന്നെ സൺസ്ക്രീം അപ്ലൈ ചെയ്യണം. അതിനുശേഷം സൺസ്ക്രീം എല്ലാം ഈവൻലി ഒന്ന് മുഖത്ത് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം കഴുത്തിലുള്ളതും തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പം സൺസ്ക്രീൻ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. പിന്നെ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ നമ്മൾ ലിപ് ലൈനർ എന്തായാലും അപ്ലൈ ചെയ്യാൻ മറക്കരുത്. എങ്കിലേ നമ്മുടെ ചുണ്ടിനൊരു ഷേപ്പ് എല്ലാം കറക്റ്റ് രീതിയിൽ കിട്ടത്തുള്ളൂ. പിന്നെ ഞാനിവിടെ എടുത്തതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡായിരുന്നു ലിപ് ലൈനർ. അതിങ്ങനെ ഏകദേശം ചുണ്ടിൻ്റെ ബോർഡറിലെല്ലാം ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ലിപ് ലൈനറാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ഇനി നമുക്ക് ലിപ്സ്റ്റിക് അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. നമ്മളിവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെബിലൈൻ്റെ ലിപ്സ്റ്റിക്കാണ്. അതിനുശേഷം ലിപ്സ്റ്റിക് എടുത്തിട്ട് നമ്മൾ ലോവർ ലിപ്പിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ലിപ്സ്റ്റിക് ഇടുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ മാറത്തില്ല. കാരണം മാറ്റ് പ്രൂഫാണ് നമ്മൾ ഇടുന്നത്. പിന്നെ അതിന് ശേഷം മേളിലും കൂടെ ആക്കി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഞാൻ ചുമ്മാ ഫോണും കൊണ്ട് കുറച്ച് വീഡിയോസും കൂടെ വെറുതെ ഒന്ന് എടുത്ത്. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് താഴെ വന്നപ്പോഴത്തേക്കും മമ്മി പപ്പ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാനുള്ള പരിപാടിയിലേക്ക് തുടങ്ങി. പിന്നെ നമ്മൾ ബസ് ഇങ്ങനെ കാത്തു നിൽക്കുമായിരുന്നു. കുറച്ച് നേരം ബസ്സൊന്നും വന്നില്ല. പിന്നെ ബസ് വന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയതിനു ശേഷം ഞങ്ങൾ കുറച്ച് വീഡിയോസും അതുപോലെ കുറച്ച് പ്രകൃതിയുടെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയത് പിന്നെ ബാക്കിലെ സീറ്റായിരുന്നേ. അതുകൊണ്ട് തന്നെ പറയണ്ട, വണ്ടർലയുടെ റൈഡ് പോലെ അങ്ങ് പോവായിരുന്നു. ഓരോ ഹമ്പ് എത്തുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ കുതിച്ചു പൊങ്ങുമായിരുന്നു, ലാസ്റ്റിലും കൂടെ ആയതുകൊണ്ട്. പിന്നെ നമ്മുടെ സ്റ്റോപ്പ് എത്താറായപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി അങ്ങനെ നേരെ തിയേറ്ററിലോട്ട് നടന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ തുടരെ കുറേ ഫോട്ടോസും ബാനറും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിന്റെ അകത്തേക്ക് കയറി. ഓൾറെഡി ഒരു ഷോ നടക്കുകയാണ്. തുടരും തുടങ്ങിയിട്ട് ഏകദേശം 1 വീക്ക് കഴിഞ്ഞെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു. ഫസ്റ്റ് മൂവി പടം കണ്ടിട്ട് അവസാനം മുമ്പ് കഴിയും. ചത്തുപോയി. രണ്ടരക്കായിരുന്നു ഷോ. പക്ഷേ ടൈം ആവാത്തത് കൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഫോട്ടോസ് വീഡിയോസ് ഇങ്ങനെ എടുത്ത് ഓരോന്ന് സംസാരിച്ചൊക്കെ അവിടെ ഇങ്ങനെ കാണാൻ വന്ന സിനിമ എക്സൈറ്റഡ് ആണോ? എന്റെ മോഹൻലാലോ സത്യം അതിൻ്റെ ഇടയ്ക്ക് പപ്പയും അമ്മയും എന്തൊക്കെയോ സൈൻ ലാംഗ്വേജ് അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. കണ്ണുകൾ തമ്മിൽ കഥ പറയുകയായിരുന്നു. 2:30 ആയപ്പോഴത്തേക്ക് ഡോർ ഓപ്പൺ ചെയ്തായിരുന്നു. അപ്പോഴത്തേക്ക് ആളുകളെല്ലാം അകത്ത് കയറുകയായിരുന്നു. ഞങ്ങളും കയറി സീറ്റിലൊക്കെ ഇരുന്നു. പൊതുവെ ഇവരങ്ങനെ സിനിമയ്ക്കൊന്നും അധികം പോകാറില്ല. പിന്നെ ഞങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വരും. അപ്പോൾ ഞങ്ങൾ എന്തായാലും തുടരും റിലീസായപ്പോഴേ വിചാരിച്ച് എന്തായാലും അത് ഫാമിലി ആയിട്ട് തന്നെ കാണണമെന്ന്.
പൊതുവേ ഞങ്ങൾ രണ്ടുമാണ് ഒരുമിച്ച് സിനിമയ്ക്ക് വന്നത്. എങ്കിലും നമ്മുടെ ഫാമിലി ആയിട്ട് സിനിമ കാണുന്നതിൻ്റെ ഒരു രസം ഒന്ന് വേറെ തന്നെയാണല്ലോ. പിന്നെ തിയേറ്ററിനകത്ത് കയറിയതിന് ശേഷം പപ്പയും മമ്മിയും ഇങ്ങനെ ഓരോ പഴയ അവരുടെ കാര്യങ്ങളും തിയേറ്ററിൽ പോയ വിശേഷങ്ങളും ഓരോ കഥകളും എല്ലാം ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഏത് പടം കാണാനാ വന്നേക്കുന്നത്? കാണാൻ സന്തോഷമുണ്ട്. പിന്നെ ഫാമിലി ചിത്രമല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ശരി. അപ്പം മൂവി തുടങ്ങുന്നതിന് മുന്നേ കുറേ ആഡും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ സംസാരിച്ചും വിശേഷങ്ങൾ പറഞ്ഞും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സമയം ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരം അവളിങ്ങനെ വീഡിയോസ് എടുക്കുകയായിരുന്നു. അപ്പം വെട്ടം പൊതുവേ കുറവാണല്ലോ തിയേറ്ററിനകത്ത്. അപ്പം പപ്പയുടെ ഒരു ഐഡിയ ആയിരുന്നേ, മൊബൈൽ ടോർച്ച് ഓണാക്കി വെച്ചിട്ട് പപ്പ ഇങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പം ഞങ്ങളെ മാത്രം കിട്ടിയാൽ പോരല്ലോ, വീഡിയോ എടുക്കുന്ന ആളെയും കൂടെ കിട്ടണേ. അപ്പം ഞാനിരുന്ന പ്ലേസിൽ അവളെ ഇരുത്തിയതിന് ശേഷം ഞാൻ അവളുടെ കുറച്ച് വീഡിയോസ് എടുത്തു അവരുടെ കൂടെയുള്ള. ഷോ ഇതുവരെ തുടങ്ങിയില്ല, പക്ഷെ ഓരോ പരസ്യങ്ങളൊക്കെ ഇങ്ങനെ തിയേറ്ററിൽ കാണിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും അപ്പം ഇങ്ങനെ തുടരെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അത്യാവശ്യം സീറ്റെല്ലാം ഫില്ലും ആയി. അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ തുടരും തുടങ്ങാറായിട്ടുണ്ട്. അങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഓഫാക്കി. അതാ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ മൂവി സ്റ്റാർട്ടായിട്ടുണ്ട്. അങ്ങനെ ടൈറ്റിലൊക്കെ എടുത്തു തന്നാൽ എല്ലാവരും ഒരേപോലെ ഫോണും കൊണ്ടിരിക്കുമായിരുന്നു ഈ ഒരു രംഗം കിട്ടാൻ വേണ്ടി. ഇനിയുള്ളതെല്ലാം നല്ല രോമാഞ്ചം വരുത്തുന്ന കുറേ സീൻസ് ആയിരുന്നു. ഒരു സോങ്ങിലൂടെ ആയിരുന്നു നമ്മുടെ ലാലേട്ടൻ്റെ ചെറുപ്പകാലം ഫുള്ള് കാണിച്ചുകൊണ്ടിരുന്ന. മമ്മി നന്നായി ആസ്വദിച്ചിരിക്കുമായിരുന്നു. പിന്നെ തിയേറ്ററിനകത്തായിട്ട് ഞങ്ങൾ കുറച്ച് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. വല്ല കോപ്പിറൈറ്റ് കിട്ടിയാലോ. അപ്പോൾ ഇനി മൂവി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ടാറ്റാ. അങ്ങനെ മൂവിയുടെ ഇൻ്റർവെൽ ആയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് സൂപ്പർ ആയിരുന്നു. സെക്കൻഡ് ഹാഫിന് വേണ്ടി അതിലും എക്സൈറ്റഡ് ആയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് എന്തെങ്കിലും കുറച്ചുകൊണ്ട് കാണാൻ വേണ്ടി ലേസും 2 പോപ്കോണും പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾ വാങ്ങിച്ചത് സ്പൈസി ഫ്ലേവർ ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും സ്പൈസിയാണ് ഇഷ്ടം. അപ്പം നമ്മുടെ ഇൻ്റർവെൽ ഇപ്പം കഴിയും. നമുക്കിനി വീണ്ടും സിനിമയിലോട്ട് പോവാം. അപ്പം ഞങ്ങൾ പടം കഴിഞ്ഞെത്തി. അടിപൊളി മൂവിയായിരുന്നു, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല, അടിപൊളി. അപ്പം തിയേറ്ററിൽ പോയി കാണാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് വാച്ച് ചെയ്യാം. ഓക്കെ, ബൈ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. പിന്നെ നമ്മൾ തിയേറ്ററിൽ നിന്ന് എടുത്ത കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സിൻ്റെ ഫോട്ടോസ് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലത്തുള്ള വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. സ്റ്റാർ സിസ്റ്റേഴ്സ് സൈനിങ് ഓഫ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.